ഇതാണ് റെമൺടാഡ. റിയൽ മാഡ്രിഡ് ടേക്ക് എ നോട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെക്കൻഡ് ലെഗിൽ ലയോണുമായിട്ട് കാണിച്ച ഈ ഒരു പെർഫോമൻസ്, ഇതിനെയാണ് ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മിനിറ്റ് വരെ പോരാടാൻ അവർ കാണിച്ച ആ ഒരു എനർജി, ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു കറേജ്, ഇതിനെയാണ് ഹെറിറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങളപ്പോൾ ആദ്യമായിരിക്കും ദേ ആർ ഓൺലി 10 men ഡൗൺ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. നമുക്ക് കളിയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം, അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനെയല്ല എന്ന്. ഈ കളിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ലെഗിനെ പറ്റി നമ്മൾ പറയണം. ഫസ്റ്റ് ലെഗിൽ ലയോൺ ആദ്യം ഗോൾ അടിക്കുന്നു, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. 2-1 എന്ന നിലയിൽ കളി തീരുന്ന ഒരവസ്ഥയിലാണ് 95th മിനിറ്റിൽ ചേർക്കി ലയോണിന് വേണ്ടി ഗോൾ അടിച്ചിട്ട് അത് സമനിലയാക്കിയിട്ട് ഈ സെക്കൻഡ് ലെഗിലേക്ക് വരുന്നത്. ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ രണ്ട് ടീമും ഒപ്പത്തിനൊപ്പം തന്നെയായിരുന്നു. ഒനാന ഫസ്റ്റ് ലെഗിൽ ഒരുപാട് വീരവാദം നടത്തിയിട്ട് വൺ ഡിസാസ്റ്റർ ക്ലാസ് കാണിച്ചെങ്കിൽ, പക്ഷേ ഈ ഗെയിമിലേക്ക് വരുമ്പോൾ ഒനാന ഒരു വീമ്പിളക്കവുമില്ല, ഒന്നുമില്ല. 4 വമ്പൻ സേവുകളാണ് നടത്തിയിട്ടുള്ളത്. നമുക്കതിലേക്കൊക്കെ വരാം. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. വിത്തിൻ ദ ഫസ്റ്റ് 10 minutes തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു ലോങ് ബോൾ കിട്ടുന്നു. ആ ലോങ് ബോളാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഗർനാച്ചോയ്ക്ക് കട്ട് ബാക്ക് ചെയ്യുന്നു. ഗർനാച്ചോ അത് എഡ്ജ് ഓഫ് ദ ബോക്സിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് എഗെയിൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഗർനാച്ചോ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് ടേക്കപ്പ് ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് എഡ്ജ് ഓഫ് ദ ബോക്സിലേക്ക് പോകുന്നത്. എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് കട്ട് ബാക്ക് ചെയ്യുന്നു. ഉഗാട്ടെ വരുന്നു. ഉഗാട്ടെ പ്ലേസ് ചെയ്ത് ഗോൾ. ബ്രില്യൻ ഗോൾ. അങ്ങനെ 1-0 എന്നുള്ള രീതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദേ ടേക്ക് എ വെരി ഗുഡ് സ്ട്രോങ് ലീഡ് വെരി ഏർലി ഓൺ ഇൻ ദ ഗെയിം. നല്ല തുടക്കം. അങ്ങനെ ഗെയിം ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലയോൺ ദേ ആർ നോട്ട് സിറ്റിംഗ് ബാക്ക്. അവർ ഒരു ഗോൾ അടിച്ചൊന്നും മൈൻഡ് ചെയ്യാതെ ദേ ആർ കമ്മിങ് ബാക്ക് ഇൻ ടു ദ ഗെയിം. അവർ ക്രോസസ് ഇടുന്നു. അങ്ങനത്തെ ഒരു ക്രോസിൽ നിന്ന് പോൾ അക്കോക്കോ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഒരു ഹെഡ് ചെയ്യുന്നു. അത് ഒനാന സേവ് ചെയ്യുന്നു. അത്ര വണ്ടർഫുൾ സേവ് ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും, ബട്ട് ഒനാനയെ പറ്റി നമ്മൾ പറയുന്നത് ഹി മേക്സ് സില്ലി മിസ്റ്റേക്സ്, ഹി മേക്സ് ബ്ലണ്ടേഴ്സ് എന്നല്ലേ. ഹി ഡിഡ് ഹിസ് ജോബ്. ഓക്കെ, അങ്ങനെ ഒനാന ഈസ് സ്റ്റിൽ കീപ്പിംഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻ ദ ഗെയിം. എഗെയിൻ അവർ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് അറ്റാക്കിങ്ങിൽ ത്രെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേർക്കിയുടെ ഒരു ഡ്രൈവ് റണ്ണ് ആൻഡ് എ ഷോട്ട്. ആ ഷോട്ടും ഒനാന സേവ് ചെയ്യുന്നു. ഒനാനയെ പറ്റി നമ്മൾ മോശം പറയുമ്പോൾ നല്ല കാര്യങ്ങളും പറയണമല്ലോ. ഹി ഡിഡ് 4 saves. അതിലെ രണ്ടാമത്തെ സേവാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 2 സേവ്. അങ്ങനെ 1-0 എന്നുള്ള ആ ഒരു ഗെയിമിനെ അങ്ങനെ തന്നെ ഒനാന പിടിച്ചു നിർത്തുന്നു. അപ്പം ഗെയിം അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ബ്രൂണോ ഫെർണാണ്ടസിന് എഗെയിൻ ഒരു ലോങ് ബോൾ കിട്ടുന്നു. ആ ലോങ് ബോൾ വോളി അടിക്കുന്നു. ആ വോളി പോസ്റ്റിൽ തട്ടിപ്പോകുന്നു. അത് ഗോളാവുമായിരുന്നെങ്കിൽ അത് ഗോൾ ഓഫ് ദ സീസൺ ആവാൻ വരെ ചാൻസ് ഉള്ള ഒരു ഗോളായിരുന്നു. അത്രയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ ലോങ് ബോളായിരുന്നു. ആ ബോള് ഫസ്റ്റ് ടേക്ക് വോളി, അത് പക്ഷേ പോസ്റ്റിൽ തട്ടിപ്പോകുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ സോ ലക്കി ടു ഹാവ് ദിസ് ഗൈ ബ്രൂണോ ഫെർണാണ്ടസ്. ഹാർഡ് വർക്കിംഗ്, ലീഡർഷിപ്പ്, ലീഡിങ് ബൈ എക്സാമ്പിൾ. എങ്ങനെ ബോൾ വിൻ ചെയ്യണം, എങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യണം, ഹീസ് എവ്രിവെയർ. അണ്ടർ റേറ്റഡ് എന്ന് തന്നെ പറയണം. അണ്ടർ റേറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാപ്റ്റൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് ഹാഫ് തീരുന്ന ആ സമയത്ത് ഡാലോയ്ക്ക് ഒരു ലോങ് ബോൾ ഫ്രം ഹാരി മഗ്വയർ. അത് നന്നായിട്ട് ടേക്ക് ഡൗൺ ചെയ്തിട്ട് പുള്ളിയുടെ സ്ട്രോങ്ങർ ഫുട്ടിലേക്ക്, റൈറ്റ് ഫുട്ടിലേക്ക് ആ ബോൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് ഷൂട്ടല്ല പ്ലേസിങ്. ഓക്കെ, ഗോൾ. അങ്ങനെ 2-0 എന്നുള്ള ആ ഒരു അവസ്ഥയിൽ വളരെ സ്ട്രോങ് പൊസിഷനോടെ ദേ ആർ ഫിനിഷിങ് ദ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ആസ് എ ന്യൂട്രൽ ഫാൻ നമ്മൾ എന്താണ് ചിന്തിക്കുക? ലയോൺ ചിലപ്പോൾ ഒരു ഗോൾ അടിച്ചേക്കും, പക്ഷേ അവരെക്കാട്ടിലും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് മാൻ യുണൈറ്റഡ് ആണ്. മാൻ യുണൈറ്റഡ് ഇനിയും ഗോൾ അടിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോകുന്നത്. ആ മൈൻഡ് സെറ്റിനൊന്നും യാതൊരു വ്യത്യാസമില്ലായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഗർനാച്ചോയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നു. ഗർനാച്ചോ ഫ്രം ദ മിഡിൽ ഓഫ് ദ ഗ്രൗണ്ട് ഒരു കട്ടിൻ റൺ ചെയ്യുന്നു. ഏതാണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ ടു മാർട്ടിനെല്ലി സ്കോർ ചെയ്തില്ല റിയൽ മാഡ്രിഡിനെതിരെ. ഏതാണ്ട് അതുപോലത്തെ ഒരു റണ്ണിൻ. ഓക്കെ, കട്ടിൻ ചെയ്യുന്നു. പക്ഷേ ഷോട്ട് നേരെ ഗോൾ കീപ്പറിൻ്റെ നേരെയായിരുന്നു. സോ ഗോൾ കീപ്പർ സേവ്സ് ദാറ്റ് ഗോൾ. അപ്പോൾ ഗർനാച്ചോ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നു. ആ ഗോൾ കയറുമായിരുന്നെങ്കിൽ
എനിക്ക് തോന്നുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന്. കാരണം അപ്പോഴത്തേക്ക് 3-0 എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തിയേനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഫിനിഷിങ് ഓഫ് ദ ജോബ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിയേനെ. അൺഫോർച്ചുനേറ്റ്ലി ഗർനാച്ചോയ്ക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എഗെയിൻ ലയോൺ പഴയതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ എന്ത് ചെയ്തു അത് തന്നെ സെക്കൻഡ് ഹാഫിലും ചെയ്യുന്നു. ദേ കീപ്പ് ഓൺ നോക്കിംഗ് ഓൺ ദ ഡോർ. അങ്ങനെ ലയോൺ മറ്റൊരു മുന്നേറ്റം, അതിൽ ടൊലീസോയ്ക്ക് ബോൾ കിട്ടുന്നു, എഗെയിൻ ഡ്രോപ്പിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫൻസ് പ്രസ് ചെയ്യാത്തതാണ് ഫോർവേഡിങ് പ്ലെയറിന്. ഡിഫൻസ് തീരെ പ്രസ് ചെയ്യുന്നില്ലായിരുന്നു ഫോർവേഡിങ് പ്ലെയറിന്. അങ്ങനെ ടൊലീസോയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നു, ടൊലീസോ അത് ഷൂട്ട് ചെയ്യുന്നു. എഗെയിൻ അനദർ ബ്രില്യൻ സേവ് ഫ്രം ഒനാന. നല്ലൊരു സേവ്. ഇറ്റ് വാസ് എ വെരി സർപ്രൈസിങ് ഷോട്ട്. പക്ഷേ എന്നാലും അത് ബ്യൂട്ടിഫുള്ളായിട്ട് ഒനാന സേവ് ചെയ്യുന്നു. എഗെയിൻ ഒനാന ഈസ് കീപ്പിംഗ് ആൻഡ് സെക്യൂറിങ് ദ 2-0 ലീഡ് എന്ന് പറയുന്ന ആ ലീഡ് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ഒനാന. പക്ഷേ എത്രയെന്ന് കരുതിയ ഒനാന പിടിച്ചു നിർത്തുന്നത്? ഡിഫൻസും കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിരിക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫ്രീ കിക്ക് ലയോണിന് കിട്ടുന്നത്. അങ്ങനെ ലയോൺ ആ ഒരു ഫ്രീ കിക്ക് എടുക്കുന്നു, പെനാൽറ്റി ബോക്സിലേക്ക് വരുന്നു. പെനാൽറ്റി ബോക്സിൽ ലയോണിൻ്റെ പ്ലെയർ തന്നെ അത് കൺവേർട്ട് ചെയ്ത് ടൊലീസോയിലേക്ക് വരുന്നു. ടൊലീസോ അത് ഹെഡ് ചെയ്ത് അകത്തേക്ക് കയറ്റുന്നു. 2-1 എന്ന നിലയിലേക്ക് ഒരു ചെറിയൊരു കംബാക്കിൻ്റെ തുടക്കത്തിന് സൂചന കൊടുത്തു ലയോൺ. നമ്മൾ ആലോചിക്കണം, ഇതിനു മുമ്പ് ഒരു ഷോട്ട് എടുത്തതും ടൊലീസാണ്, ഇതിന് തൊട്ട് മുമ്പ് എടുത്ത ഒരു ഷോട്ടും ടൊലീസാണ്. അത് ഒനാനയ്ക്ക് സേവ് ചെയ്യാൻ പറ്റി. 74th മിനിറ്റിൽ ലയോൺ വേറൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബോക്സിനകത്ത് തന്നെ ഒരു ലയോണിൻ്റെ ഒരു പ്ലെയറിന് കാലിൽ വന്ന് വീഴുന്നു. ഒരു ഡിഫൻഡറും അവനെ പ്രസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഉഗാട്ടെ വന്നിട്ടാണ് ആ ചാലഞ്ച് എടുക്കുന്നത്. ആ ഉഗാട്ടെ ആ ഒരു ചാലഞ്ച് നടത്തിയില്ലായിരുന്നെങ്കിൽ ദർ ഇസ് എ ചാൻസ് അതൊരു ഗോൾ ആവാൻ ചാൻസ് ഉണ്ട്. ഈ 74th മിനിറ്റിൽ ലയോൺ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ തൊട്ട് ആ ലൈഫ് ലൈൻ കിട്ടിയതിൻ്റെ ആ കോൺഫിഡൻസ് ഇതുപോലെ ഇങ്ങനെ ഓരോ അറ്റംപ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. 74th മിനിറ്റിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു അറ്റംപ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെയും വേറെ അറ്റംപ്റ്റ് ചെയ്യുന്നു. ആ അറ്റംപ്റ്റ് നിക്കോളാസ് എന്ന പറഞ്ഞ പ്ലെയർ അത് കൺവേർട്ട് ചെയ്യുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് അത് ലാക്കസെറ്റാണ് ഗോൾ അടിച്ചതെന്ന്. പക്ഷേ നിക്കോളാസ് ഷൂട്ട് ചെയ്ത അറ്റംപ്റ്റ് ഒനാന സേവ് ചെയ്യുമായിരുന്നു ഗോൾ ലൈനിൽ നിന്ന്. പക്ഷേ അത് ഗോൾ ലൈൻ താണ്ടി ആ ബോൾ പോയിരുന്നു. അത് സേവ് ചെയ്ത് വെളിയിൽ വന്നപ്പോൾ ലാക്കസെറ്റ് അത് കൺവേർട്ട് ചെയ്തു. പക്ഷേ ആ ഗെയിം ലൈവ് കണ്ടവരുടെ എല്ലാവരുടെയും വിചാരം അത് ആക്ച്വലി ലാക്കസെറ്റാണ് ഗോൾ സ്കോർ ചെയ്തതെന്നാണ്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നിക്കോളാസിനാണ് ആ ഗോൾ അവാർഡ് ചെയ്തതെന്ന്. അങ്ങനെ 2-2 എന്ന നിലയിൽ ലയോൺ ദേ കംപ്ലീറ്റ് ദെയർ കംബാക്ക്. ദേ കെപ്റ്റ് ഓൺ നോക്കിങ്. അവർ ഒരു നിമിഷം പോലും ദേ ഡിഡ്ന്റ് സ്റ്റോപ്പ്. അതിൻ്റെ ഫലമാണ് ദിസ് കംബാക്ക്. പക്ഷേ 2-2 എന്ന നിലയിൽ അവസാനിക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് എല്ലാവർക്കും ഹോപ്പുണ്ട്. കാരണം ലയോണിന് ഇപ്പോൾ 10 പ്ലെയേഴ്സേ ഉള്ളൂ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 11 പ്ലെയർ. ഞാനും ഹോപ്പ്ഫുള്ളായിരുന്നു. കാരണം അത്ര മോശമൊന്നുമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഈ എക്സ്ട്രാ ടൈമിലേക്ക് പോകുമ്പം അവർ ഈസി ആയിട്ട് വിൻ ചെയ്യും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോടെ തന്നെയാണ് ഞാൻ ആ ഗെയിം വാച്ച് ചെയ്തത്. എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിലാണ് ഫസ്റ്റ് ബ്ലോ ടു ദ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സംഭവിക്കുന്നത്. ഫൊഫാനയ്ക്ക് ഒരു ബോൾ കിട്ടുന്നു, ഫൊഫാനയ്ക്ക് ഒരു ത്രൂ ബോൾ കിട്ടുന്നു. ഫൊഫാന അത് നന്നായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പെനാൽറ്റി ബോക്സിലേക്ക് വരുന്നു. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവിടെ ഫൊഫാനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ്. പക്ഷേ ഇത് നേരെ വന്ന് ബോൾ വന്ന് വീഴുന്നത് ചെർക്കിയുടെ കയ്യിലേക്കാണ്. ചെർക്കി ആ ഒരു ഷോട്ട് എടുക്കുന്നു, അത് ഗോളാവുന്നു. ഏത് ചെർക്കി? ദ സെയിം ചെർക്കി ഫസ്റ്റ് ലെഗിൽ 95th മിനിറ്റിൽ അടിച്ച ആ സെയിം ചെർക്കി ഇവിടെയും എക്സ്ട്രാ ടൈമിൽ, ഫസ്റ്റ് ഹാഫിൻ്റെ എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിക്കുന്നു. ഇറ്റ് വാസ് റിയലി സർപ്രൈസിങ്. കാരണം ലയോണിന് 10 പ്ലെയറേ ഉള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് അഡ്വാൻറ്റേജ് ഓഫ് 1 എക്സ്ട്രാ പ്ലെയർ. എന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫ് അഡ്വാൻറ്റേജ് ടു ലയോൺ അങ്ങനെ തീരുകയാണ്. 3-2 എന്ന രീതിയിൽ തീരുകയാണ്. അപ്പോഴും എനിക്ക് ഐ സ്റ്റിൽ ഹാവ് ഹോപ്പ്. ഇതൊന്നുമില്ലെങ്കിലും മിനിമം പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെക്കൻഡ് ഹാഫ്, അതായത് എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു ഗോൾ അടിച്ചിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ സെക്കൻഡ് ഹാഫ്, അതായത് എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫ് ഞാൻ കാണുന്നു. പക്ഷേ പ്രതീക്ഷകൾക്കൊക്കെ എതിരായിട്ട് ലയോൺ ഒരു അഡ്വാൻസ് മൂവ് നടത്തുന്നു. ആ ബോള് മിഡിൽ, ആ ബോൾ നേരെ ലാക്കസെറ്റിലേക്ക് വരുന്നു. ലാക്കസെറ്റ് നൈസായിട്ട് ഫൊഫാനയ്ക്ക് പ്ലേസ് ചെയ്യുന്നു. ഫൊഫാന അത് എടുത്ത് പെനാൽറ്റി ബോക്സിലേക്ക് പോകുന്നു. ഫൊഫാനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. പെനാൽറ്റി. ഞാൻ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു
ഒരു ഫാൻ ബോയിനെ കണ്ടായിരുന്നു, ഒരു കൊച്ചു പയ്യൻ. അവൻ കരയായിരുന്നു ഇത് കണ്ടിട്ട്, ഈ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടിട്ട്. എനിക്കും സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സങ്കടം വന്നു. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനൊന്നുമല്ല, ഞാൻ ആർസണൽ ഫാനാണ്. പക്ഷേ ആസ് എ ന്യൂട്രൽ ഫാൻ ഈ ഒരു ഫുട്ബോളിങ് മൊമെൻറ്റ് കണ്ടപ്പം ഐ കുഡ് ഫീൽ ആ കൊച്ചി ഇറക്കേണ്ട ആ ഒരു ഫീലിംഗ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പെനാൽറ്റി എടുക്കുന്നു, ലാക്കസെറ്റാണ് പെനാൽറ്റി എടുക്കുന്നത്. ഞാൻ ഒരുപാട് ലാക്കസെറ്റിൻ്റെ പെനാൽറ്റി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഐ വാസ് ഷുവർ അത് ഗോളാവാൻ പോവാന്ന്. ഹി പിക്ഡ് അപ്പ് എ സ്പോട്ട്, ഷൂട്ട്, ഗോൾ. സക്ക ഇങ്ങനെയാണ് പെനാൽറ്റി എടുക്കേണ്ടത്, ഇങ്ങനെയാണ് പെനാൽറ്റി എടുക്കേണ്ടത്. ഒരു ക്രൂഷ്യൽ ടൈമിൽ ഇങ്ങനെയാണ് പെനാൽറ്റി എടുക്കേണ്ടത്. ഒരു സ്പോട്ട് സെലക്ട് ചെയ്യുക, ഷൂട്ട് എടുക്കുക. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫിനിഷ്. അങ്ങനെ 4-2 എന്ന നിലയിൽ ലയോൺ 2 ഗോൾ അഡ്വാൻറ്റേജ്. ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടെ കളിച്ചാൽ മതി. അങ്ങനെ 2 ഗോൾ അഡ്വാൻറ്റേജിൽ ലയോൺ ആർ ഇഞ്ച് ക്ലോസ് ടു സെമി ഫൈനൽ. അങ്ങനെ നിൽക്കുകയാണ് കളി. അതും ലാക്കസെറ്റൊക്കെ ഫുൾ ലയോൺ ടീം ആർ സെലിബ്രേറ്റിംഗ്, ഫുൾ ലയോൺ ടീം. ആ സ്റ്റേഡിയമേ ലയോൺ ഫാൻസിൻ്റെ അലറലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഷുവറല്ലേ, 2 ഗോൾ അഡ്വാൻറ്റേജ് അല്ലേ, ദേ വിൽ ഗോ ത്രൂ. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ക്ലാസ് ഡൺ എന്നുള്ളൊരവസ്ഥയെ നിൽക്കുകയല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വകയൊരു അറ്റാക്ക്. ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു ക്രോസ് വരുന്നു പെനാൽറ്റി ബോക്സിനകത്തേക്ക്. പെനാൽറ്റി ബോക്സിൽ നിന്ന് കാസമീറോ ആ ബോൾ കൺട്രോൾ ചെയ്ത് ഷൂട്ട് എടുക്കാൻ വരുമ്പോൾ കാസമീറോനെ ഫൗൾ ചെയ്യുന്നു, ബൂട്ടിൽ അടിക്കുന്നു. അങ്ങനെ അത് പെനാൽറ്റി കൊടുക്കുന്നു. ലൈഫ് ലൈൻ. ഇവിടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൈഫ് ലൈൻ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. വേറെ ആരാ പെനാൽറ്റി എടുക്കുന്നത്? ബ്രൂണോ ഫെർണാണ്ടസ് വരുന്നു. എഗെയിൻ സെയിം ടെക്നിക്. ഹി പിക്ഡ് എ സ്പോട്ട്, ഷൂട്ട്. അത് ഗോൾ കീപ്പർ ഡൈവ് ചെയ്തതും അതേ പൊസിഷനിലാണ്. പക്ഷേ ഗോൾ കീപ്പർ അതിനെ സേവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഷോട്ടിൻ്റെ പവർ, പേസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ലൈഫ് ലൈൻ കിട്ടുന്നു. ഒരു കംബാക്കിനുള്ള ഒരു സാധ്യത വരുന്നു. പക്ഷേ ടൈം വളരെ കുറവാണ്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒട്ടനെ തന്നെ അടുത്ത അറ്റാക്കിൽ കാസമീറോയ്ക്ക് ബോൾ കിട്ടുന്നു. കാസമീറോ അത് നൈസായിട്ട് നമ്മുടെ കോബി മേനുവിന് അത് പ്ലേസ് ചെയ്യുന്നു. കോബി മേനു ഇൻ്റലിജൻറ്റ്, ബ്രില്യൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. ആ ബോക്സിനകത്ത് ഒരു ടച്ച് എടുക്കുന്നു ടു പ്ലേസ് ഹിംസെൽഫ്, ആ റൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഷോട്ട് എടുക്കാൻ വേണ്ടി. പിന്നെ ഒരു എക്സ്ട്രാ ടച്ചും എടുക്കുന്നില്ല, നേരെ ഷൂട്ട്. ബ്രില്യൻറ്റ് ഗോൾ. കാരണം എക്സ്ട്രാ ടച്ച് എടുത്ത് അവിടെ ഷോ ബോട്ടിങ് ഒന്നും നടത്തേണ്ട ഒരു കാര്യമില്ല. കാരണം സമയം കുറവാണ്. അതാണ് കറക്റ്റ് ഡിസിഷൻ. ഒരു ടച്ച് എടുക്കുക, പുട്ട് യുവർ സെൽഫ് ഇൻ എ ഗുഡ് പൊസിഷൻ ടു ഷൂട്ട്, എന്നിട്ട് ഷൂട്ട്. അവിടെ പവറൊക്കെ പിന്നെ യു ആർ ടേക്കിംഗ് ദ ഗോൾ കീപ്പർ ബൈ സർപ്രൈസ്. ആ ഒരു എലമെൻറ്റ് ഓഫ് സർപ്രൈസ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് അത് എടുക്കുമ്പോൾ അതാണ് കോബി മേനു ചെയ്തത്. ബ്രില്യൻറ്റ് ഗോൾ. 4-4. കംബാക്ക് തീർന്നിട്ടില്ല, കംപ്ലീറ്റ് അല്ല, എന്നാൽ പോലും 4-4 എന്നുള്ള രീതിയിൽ ആ ഗെയിം ഈക്വലൈസ് ആക്കുന്നു. ഇനി ഈ സമയം വളരെ കുറവാണ്. ഇപ്പോഴും അഡ്വാൻറ്റേജ് ആർക്കും ലയോണിനാണ്. പെനാൽറ്റി ഷൂട്ട് ഔട്ട് പോകുന്നതല്ലേ അവർക്ക് നല്ലത്. അപ്പം സമയം വളരെ ലിമിറ്റഡ് ആണ്. സമയം ഒട്ടും വേസ്റ്റ് ചെയ്തത് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടുത്ത അറ്റാക്ക്. എഗെയിൻ കാസമീറോ ഒരു ബോള് ഡീപ്പ് ഫാർ എൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അറ്റത്താര? നോ അതർ ദാൻ ഹാരി മഗ്വയർ. ഒരു കംബാക്ക് ഹാരി മഗ്വയറിൻ്റെ ഹെഡർ ഇല്ലാതെ കംപ്ലീറ്റ് ആവത്തില്ലല്ലോ. വാട്ട് എ ഹെഡർ, വാട്ട് എ ടൈം ടു സ്കോർ എഗെയിൻ അല്ലേ. അങ്ങനെ ഹാരി മഗ്വയർ സ്കോർ ചെയ്യുന്നു. കംബാക്ക് കംപ്ലീറ്റ്. ആ കരഞ്ഞ ചെറുക്കൻ ഇപ്പോൾ ആഘോഷിച്ച് തുള്ളിച്ചാടുന്നു. ദിസ് ഈസ് ഫുട്ബോൾ. ദാറ്റ് ബോയ് റെപ്രസെൻറ്റ്സ് ഓൾ ദ ഫുട്ബോൾ ഫാൻസ്. ഒരു ടീം, നമ്മുടെ ഫേവറേറ്റ് ടീം തോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും, നമുക്ക് കരച്ചിൽ വരും. ഒരു ടീം അത് ഇങ്ങനത്തെ ഒരു കംബാക്ക് വരുമ്പം എവിടെ നിന്നില്ലാത്ത സന്തോഷവും പറയാൻ വാക്കുകളില്ലാതെ വരും. എനിക്ക് ഒരുപാട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഉണ്ട്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ കിരൺ, അവനൊക്കെ ഇപ്പോൾ തുള്ളിച്ചാടുകയായിരിക്കും സീരിയസ്ലി ഈ ഒരു കംബാക്കിൽ. Congratulations to all the Manchester United fans on making it to the semi-finals. What a match!